തലയുണ്ടല്ലോ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുമ്പോ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് എല്ലാവരും തലതാറ്റി പിടിച്ച് കരഞ്ഞുകൊണ്ട് വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ട് വിഭാഗമുണ്ട്. അതിലെ ഒരു വിഭാഗമാരെന്നറിയുവോ? ഒന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്മാരുണ്ടല്ലോ. നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല, വലിയ സ്ഥാനം നൽകണമെന്നില്ല. പക്ഷേ അല്ലാഹു നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലെ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സുന്ദരിയായ ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ എഴുന്നേറ്റ് മുതലെടുത്തിട്ട് പടച്ചുറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കരയുന്ന വാപ്പാ, നീയാ വാപ്പാ നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വിഭാഗം ആരാ? രണ്ടാമത്തെ വിഭാഗം തഹജ്ജുദ് നിസ്കരിക്കുന്നവരാ.